വൈറ്റ് കളറിലെ 3 കിഡിലെ ഇന്നോവകൾ നമ്മൾ സെയിലിൽ വന്നിട്ടുണ്ട്. 3 വാഹനങ്ങളും റീ റേസർ വാഹനങ്ങളാണ്. 3 വാഹനങ്ങളും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ്. പാലനം വേണ്ട, അഗുണവധികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല, ശരമയ്യേണ്ട. ഇഷ്ടായതൊക്കെ നഷ്ടായി, ബെസ്റ്റായതൊക്കെ ലോസ്റ്റായി. അമ്പിനും വില്ലിനും അടുക്കാത്തൊരെണ്ണം വന്ന് കേറിയപ്പോ കഷ്ടായി. പച്ചക്കവള്ളു പറഞ്ഞോത്തില്ലെന്ന്, ട്രിക്കൊക്കെ ഏറ്റാലും കൊത്തില്ലെന്ന്. ഓർത്തില്ല എനിക്കിപ്പോ ഗ്രോത്തില്ലെന്ന്, കുളിച്ചിട്ട് മറ വേറെ തോർത്തില്ലെന്ന്. വർക്കിലെ വർക്കത്തിൽ എന്നെ ഇറപ്പ, ഞാൻ ആള് വെറുത്തല്ല കാണണ വെറുപ്പാ. പെണ്ണി പോടുപ്പില്ല ദോശ വയ്ക്കുമടുപ്പാ, ഡെയിലി ഇങ്ങനെ വിളിക്കും. ഇത് 2010 മോഡൽ റീ റേസർ വാഹനമാണ്. 6 വർഷമായിട്ട് കേരളത്തിൽ നമ്പറായ വാഹനമാണ്. അത് കിലോമീറ്റർ ഓടിയുള്ളത് 2,65,000 കിലോമീറ്ററാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ബോഡി കാര്യങ്ങളുള്ളത്. ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 90% ടയർ ഭാഗം വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടൈമിലൊരു ഇൻഷുറൻസ് ആണ് വരുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഉള്ളത്. പിന്നെ ഇതിന് ചെറിയ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഡോർ പാഡ് കാര്യങ്ങൾ, അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ, സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും 7 സീറ്റ് വാഹനമാണ് ഈ 3 വാഹനം വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ ബോഡി നോക്കുകയാണെങ്കിൽ ബാക്ക് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ KL 13 AG 8101 എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോണിൻ്റെ സൈഡൊക്കെയാണ് ഈ കാണിക്കുന്നത്. ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഈ ഒരു സൈഡ് ഭാഗം അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഈ KL 13 AG 2010 നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 4,95,000 രൂപയാണ്. അതേപോലെ ഇത് 2015 മോഡൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയിൽ 2,30,30,000 കിലോമീറ്ററാണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ളത്. ഇത് KL 71 നമ്പറായ വാഹനമാണ്. റീ റേസർ വാഹനമാണ്. അതേപോലെ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 70-75% ടയർ ഭാഗം വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. ഇത് 2014 മോഡലിലും 15 മോഡലിലും ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കളർ ചേഞ്ച് വരുന്നുണ്ട് 2015 മുതൽ. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ബ്രാൻഡ് ന്യൂ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. ഇത് 7 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ബോഡി സ്റ്റിക്കർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. അതേപോലെ ഈ ഒരു ബാക്ക് സൈഡ് സ്കാറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. KL 71 43 47 നമ്പർ വരുന്നത് കേട്ടോ. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ KL 71 L 43 45 എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ വാഹനത്തിന് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ പുതിയ ബാറ്ററിയാണ്. ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഈ 2015 നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 9,25,000 രൂപയാണ്. ഈ 2010 മോഡൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് NOC നിലവിൽ എടുത്തിട്ടില്ല. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും NOC എടുത്ത് നമ്പറായി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. ഇത് 1,20,000 കിലോമീറ്ററാണ് നിലവിൽ ഇതിൽ കാണിക്കുന്നത്. അത് കറക്റ്റ് ആണെന്നില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ മെക്കാനിക്കൽ ഭാഗവും മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. പക്ക നീറ്റ് ആൻഡ് വർക്കിംഗ് ആണ്. എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റിയിലാണ് എൻജിൻ സൈഡൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ അലോയ്സ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുക
നോക്കുകയാണെങ്കിൽ 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡി കാര്യങ്ങളുള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ സീറ്റ് കവർ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സീറ്റ് കവറൊക്കെ വരുന്നത്. ഡോർ പാഡ് കാര്യങ്ങൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും മേജറായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഇത് 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണുള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തി തന്നെ വരുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. ഈ 2010 നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,40,000 രൂപയാണ്. ഈ 3 വാഹനങ്ങളും മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളെല്ലാം നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ്. ഈ 3 വാഹനങ്ങളും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.